ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി. ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാവുന്ന ടോപ്പിക് ഐഫോൺ. ഐഫോൺ എന്ന് പറഞ്ഞാൽ അതൊരു ഹാൻഡ് ഫ്രീ ഹ്യൂമൻ ഫോൺ ഇൻ്റർഫേസിംഗ് സിസ്റ്റമാണ്. ഇത് നമ്മുടെ കൈയിൻ്റെ സഹായം കൂടാതെ നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സും ആക്ഷൻസും അനുസരിച്ച് മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. നമ്മൾ ഫോൺ ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ ഐഫോൺ അതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യുകയും ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ നോക്കിയിട്ട് നമ്മൾ കണ്ണ് ചിമ്മുമ്പോൾ ആ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നു. മറ്റൊരു ഹാൻഡ് ഫ്രീ ഇൻ്റർഫേസ് സിസ്റ്റം ആയിട്ടുള്ള വോയിസ് ആക്ടിവേഷൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഫോൺ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് നോക്കിയ ടാബ്ലറ്റ് N810 പ്രധാനമായിട്ടും ഹ്യൂമൻ ഫോൺ ഇൻട്രാക്ഷൻ വേഗത്തിലും വളരെ കൃത്യതയോടെയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഫോൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഹ്യൂമൻ ഫോൺ ഇൻട്രാക്ഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിരവധി റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടായിട്ട് ടച്ച് സെൻസിറ്റീവ് സ്ക്രീൻ, വോയിസ് ആക്ടിവേഷൻ സിസ്റ്റം ആൻഡ് ലേറ്റസ്റ്റായി വന്നിട്ടുള്ള ടെക്നോളജിയാണ് ഐ ട്രാക്കിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഐഫോൺ സിസ്റ്റം. വോയിസ് കൺട്രോൾ എന്ന് പറയുന്നത് മറ്റൊരു ഹാൻഡ് ഫ്രീ ഇൻ്റർഫേസ് സിസ്റ്റമാണ്. പക്ഷേ നോയ്സി എൻവയോൺമെൻറ്റിൽ അതിൻ്റെ കൃത്യത വളരെ കുറവായിരിക്കും. ഐഫോൺ സിസ്റ്റം ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്ന് പറയുന്നത് വളരെ ചെറിയ സ്ക്രീനിൽ ഉണ്ടാകുന്ന ഐ മൂവ്മെൻറ്റ്സിനെ ട്രാക്ക് ചെയ്യുക, അതുപോലെ തന്നെ അൺപ്രഡിക്റ്റഡ് മൂവ്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് ലൈറ്റ് കണ്ടീഷൻസിൽ കൃത്യതയോടെ ഐ മൂവ്മെൻറ്റ്സിനെ ട്രാക്ക് ചെയ്യുക എന്നിവ ആയിരുന്നു. അമേരിക്കയിലുള്ള ഡാർത്ത്മൗത്ത് കോളേജ് ഡെവലപ്പ് ചെയ്ത അൽഗോരിതം ഉപയോഗിച്ചാണ് ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ ഐഫോൺ ഒരാളുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യുന്നത്. ഇവിടെ കാണാൻ കഴിയുന്നത് ഹ്യൂമൻ ഫോൺ ഇൻട്രാക്ഷൻ എവല്യൂഷനാണ്. 1983 ആദ്യമായിട്ട് ഹാൻഡിൽഡ് മൊബൈൽ ഫോൺ വിത്ത് കീപാഡ് മോട്ടറോള ലോഞ്ച് ചെയ്തു. അതിനുശേഷം 1992 IBM ആദ്യമായി ടച്ച് സ്ക്രീൻ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തു. അതിനുശേഷം 2006 ബ്ലാക്ക്ബെറി ട്രാക്ക് ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ഫോൺ ലോഞ്ച് ചെയ്തു. പിന്നീട് 2010 ആപ്പിൾ വോയിസ് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഫോൺ ലോഞ്ച് ചെയ്തു. ഇവിടെ കാണാൻ കഴിയുന്നത് ഹ്യൂമൻ ഫോൺ ഇൻട്രാക്ഷനിൽ വിവിധ കാലഘട്ടങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. അതിനുശേഷം ലേറ്റസ്റ്റായി വന്നിട്ടുള്ള ടെക്നോളജിയാണ് ഐഫോൺ സിസ്റ്റം. ഐഫോൺ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു ഹാൻഡ് ഫ്രീ ഹ്യൂമൻ ഫോൺ ഇൻ്റർഫേസ് സിസ്റ്റം ആണ്. ഇതിൽ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷനുകൾ ആക്സസ് ചെയ്യുന്നതിന് നമുക്ക് കൈ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഫോൺ ഡിസ്പ്ലേയിൽ വിവിധ ആപ്ലിക്കേഷൻസിൽ നോക്കുമ്പോൾ ഫോൺ അതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ സഹായത്താൽ നമ്മുടെ ഐ മൂവ്മെൻറ്റ്സിനെ ട്രാക്ക് ചെയ്യുകയും നമ്മുടെ കണ്ണിൻ്റെ വ്യൂയിങ് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നോക്കി കണ്ണ് ചിമ്മുമ്പോൾ അതൊരു മൗസ് ക്ലിക്ക് പോലെ വർക്ക് ചെയ്യുകയും നമ്മൾ നോക്കുന്ന ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നു. ഐഫോൺ ഡിസൈനിൽ മെയിനായിട്ട് 4 ഫേസാണ് ഉള്ളത്. ഐ ഡിറ്റക്ഷൻ ഫേസ്, ഓപ്പൺ ഐ ടെംപ്ലേറ്റ് ക്രിയേഷൻ ഫേസ്, ഐ ട്രാക്കിംഗ് ഫേസ്, ബ്ലിങ്ക് ഡിറ്റക്ഷൻ ഫേസ്. ഐ ഡിറ്റക്ഷൻ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷൻ അനാലിസിസ് ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മുടെ ഐ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണുകളുടെ മൂവ്മെൻറ്റ്സ് അനലൈസ് ചെയ്ത് ഐപെയർ കോണ്ടൂർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഒരു ഫിക്സഡ് ക്യാമറ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഐപെയറും ഐഫോൺ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഐപെയർ കോണ്ടൂറുമാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഫിക്സഡ് ക്യാമറയിൽ എടുത്തിട്ടുള്ള ഇമേജാണ് ലെഫ്റ്റിലുള്ള ഇമേജ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ ഐപെയർ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ഐഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്പർ ഓഫ് ഐ കോണ്ടൂർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് റൈറ്റ് ഇമേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതായത് ഐഫോൺ ഉപയോഗിക്കുമ്പോൾ ക്യാമറയുടെ ക്വാളിറ്റി, ഫോൺ കൈ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അൺഅവോയ്ഡബിൾ മൂവ്മെൻറ്റ്സ് കാരണം ഐ കോണ്ടൂർ ആക്യുറസി കുറവായിരിക്കും. ഈ പ്രശ്നം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒറിജിനൽ അൽഗോരിതം ചില മോഡിഫിക്കേഷൻസൊക്കെ വരുത്തി. അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജ് റെസൊല്യൂഷൻ കുറച്ചു. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു. രണ്ടാമതായിട്ട് എന്താ മാറ്റം വരുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഹ്യൂറിസ്റ്റിക്സിൽ 2 ക്രൈറ്റീരിയ ആഡ് ചെയ്തു, വിഡ്ത്തും ഹൈറ്റും. ഇത് ഫോൾസ് ഐ കോണ്ടൂഴ്സിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. വിഡ്ത്തിന് ഇവിടെ 2 ലിമിറ്റ് ഉണ്ട്, വിഡ്ത്ത് മിനിമം, വിഡ്ത്ത് മാക്സിമം. അതുപോലെ തന്നെ ഹൈറ്റിനും 2 ലിമിറ്റ് ഉണ്ട്, ഹൈറ്റ് മിനിമം, ഹൈറ്റ് മാക്സിമം. വിഡ്ത്ത് മിനിമം
വിഡ്ത്ത് മാക്സിമം, ഹൈറ്റ് മിനിമം, ഹൈറ്റ് മാക്സിമം ത്രെഷോൾഡ്, വിവിധ കണ്ടീഷൻസിൽ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ട്രൂ ഐ കോണ്ടൂർ ഐഡൻറ്റിഫൈ ചെയ്യും. ഇത് ഐ ട്രാക്കിംഗ് ആക്യുറസി വളരെ അധികം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തതായിട്ട് പറയാനുള്ള ഫേസ് എന്ന് പറയുന്നത് ഓപ്പൺ ഐ ടെംപ്ലേറ്റ് ക്രിയേഷനാണ്. ഫസ്റ്റ് ടൈം നമ്മളൊരു ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഐ ഡിറ്റക്ഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് യൂസറിൻ്റെ ഓപ്പൺ ഐ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് ആ ടെംപ്ലേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ ഓരോ തവണ ഫോൺ യൂസ് ചെയ്യുമ്പോഴും ആ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ ഫെച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ റൺ ടൈം ഇൻഫറൻസ് ഡിലേ, ആപ്ലിക്കേഷൻ മെമ്മറി ഫുട് പ്രിൻറ്റ്, ബാറ്ററി ഡ്രെയിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തായിട്ട് പറയാനുള്ള ഫേസ് ഐ ട്രാക്കിംഗ് ആണ്. ഐ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ട്രാക്കിംഗ് ഉപയോഗിച്ചാണ് ഐഫോൺ യൂസറിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും പെർസെപ്ഷനൊക്കെ സ്റ്റഡി ചെയ്യുന്നത്. ഐ ട്രാക്കിംഗ് അൽഗോരിതം ടെംപ്ലേറ്റ് മാച്ചിങ് ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ടെംപ്ലേറ്റ് മാച്ചിങ് ഫംഗ്ഷൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റും സെർച്ച് വിൻഡോയും തമ്മിൽ ഒരു കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഈ കോഎഫിഷ്യൻറ്റ് റേഞ്ച് -1 മുതൽ +1 വരെയാണ്. ഒരു നോർമലൈസ്ഡ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് -1നും +1നും ഇടയിലായാൽ അത് സെർച്ച് വിൻഡോയിൽ ഐ കൺഫേം ചെയ്യും. ടെംപ്ലേറ്റ് മാച്ചിങ് കമ്പ്യൂട്ടേഷൻ ടൈം കുറയ്ക്കുന്നതിന് വേണ്ടി സെർച്ച് വിൻഡോ ഒരു പെർട്ടിക്കുലർ റീജിയണിൽ ലിമിറ്റ് ചെയ്യും. സെർച്ച് വിൻഡോയുടെ സൈസ് എന്ന് പറയുന്നത് ഐ എൻക്ലോസ് ചെയ്യുന്ന ബോക്സിൻ്റെ ഡബിൾ ആയിരിക്കും. ഇവിടെയുള്ള ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തായിട്ട് പറയാനുള്ള ഫേസ് ബ്ലിങ്ക് ഡിറ്റക്ഷൻ ഫേസ് ആണ്. ബ്ലിങ്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഒരു ത്രെഷോൾഡ് ടെക്നിക് ഉപയോഗിച്ചാണ്. ഇത് ടെംപ്ലേറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഐഫോണിൽ നമുക്ക് 2 സിറ്റുവേഷൻസാണ് ഡീൽ ചെയ്യാനുള്ളത്. ഒന്ന് ക്യാമറയുടെ ക്വാളിറ്റിയും 2 കണ്ണും ഫോണും തമ്മിലുള്ള ഡിസ്റ്റൻസും. നമ്മൾ ഐഫോൺ ഉപയോഗിക്കുമ്പോൾ കണ്ണിനും ഫോണിലും ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറവായതിനാൽ ക്യാമറ നമ്മുടെ ഐറിസ് മൂവ്മെൻറ്റ്സ് പിക്ക് ചെയ്യും, അതായത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഭാഗം. നമ്മൾ ഐബോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും കണ്ണിൻ്റെ കോർണറിൽ മുകളിലേക്കോ താഴേക്കോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ണ് തുറന്നിരുന്നാൽ കൂടിയും അതൊരു ഐ ബ്ലിങ്ക് ആയിട്ടായിരിക്കും ഡിറ്റക്റ്റ് ചെയ്യുക. കാരണം ഐബോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്യാമറയ്ക്ക് നമ്മുടെ ഐറിസ് മൂവ്മെൻറ്റ്സിനെ പിക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ മേജർ പോർഷൻ വൈറ്റ് കളറായിരിക്കും. അത് നമ്മുടെ സ്കിൻ കളറുമായിട്ട് കൺഫ്യൂസ്ഡ് ആകും. ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ത്രെഷോൾഡ് ടെക്നിക് ഉപയോഗിച്ചാണ്. ഇവിടെ പറയുന്നത് എക്സ്പെരിമെൻ്റൽ റിസൾട്ടാണ്. ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ, അതായത് ഡിഫറെൻറ്റ് ലൈറ്റ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ മൂവിങ് ആണോ സ്റ്റഡി ആണോ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഐ ട്രാക്കിംഗ് ആൻഡ് ബ്ലിങ്ക് ഡിറ്റക്ഷൻ ആവറേജ് ആക്യുറസിയാണ് ഈ ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ DS എന്ന് പറയുന്നത് ഡേ ലൈറ്റിൽ സ്റ്റഡി ആയിട്ടുള്ള ഐ ട്രാക്കിംഗ് ആക്യുറസി. AS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ സ്റ്റഡി ആയിട്ടുള്ള ഐ ട്രാക്കിംഗ് ആക്യുറസി. DM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ലൈറ്റിൽ മൂവിങ് ആയിട്ടുള്ള ഐ ട്രാക്കിംഗ് ആക്യുറസി. BD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ലൈറ്റിലുള്ള ബ്ലിങ്ക് ഡിറ്റക്ഷൻ ആക്യുറസി. ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഗ്രാഫ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ടേബിളിലെ 2 കേസസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെയുള്ള ഈ ഗ്രാഫ് വരച്ചിട്ടുള്ളത്. ഡേ ലൈറ്റിലുള്ള സ്റ്റഡി ആൻഡ് മൂവിങ് കണ്ടീഷൻസിൽ ഐഫോണിൻ്റെ ആക്യുറസി വേഴ്സസ് ഡിസ്റ്റൻസ് ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ആക്യുറസി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ള ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കരമായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഗ്രാഫാണ്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ആക്യുറസി കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി പറയാൻ പോകുന്നത് ഐഫോൺ ടെക്നോളജീൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഐഫോൺ ടെക്നോളജിക്ക് 2 ആപ്ലിക്കേഷനാണ് ഉള്ളത്. ഒന്ന് ഐമെനുവും പിന്നെ കാർ ഡ്രൈവർ സേഫ്റ്റിയും. ഐമെനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. മെനുവിലുള്ള ആപ്ലിക്കേഷൻ യൂസർ കസ്റ്റമൈസ്ഡ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ നോക്കുമ്പോൾ ആ ആപ്ലിക്കേഷൻ ഹൈലൈറ്റ് ചെയ്യുകയും ലോഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. ഇത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കൈ യൂസ് ചെയ്യാതെ തന്നെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഐഫോൺ ടെക്നോളജീൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ.
രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് കാർ ഡ്രൈവർ സേഫ്റ്റിയാണ്. കാർ ഡ്രൈവർ സേഫ്റ്റിയിൽ എങ്ങനെയാണ് ഐഫോൺ ടെക്നോളജി യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർക്ക് ഉറക്കം വരികയാണെങ്കിൽ, അതുപോലെ തന്നെ കാറിൽ വല്ല ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഐഫോൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഈ ഉറക്കം വന്നിട്ടുണ്ടാകുന്ന ആക്സിഡൻസ് ഒക്കെ നമുക്ക് അതിനുള്ള പോസിബിലിറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് കാർ ഡ്രൈവർ സേഫ്റ്റി എന്ന് പറയുന്നത്. ഈ 2 ആപ്ലിക്കേഷൻസാണ് ഐഫോൺ ടെക്നോളജിക്ക് ഉള്ളത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താണ് ഐഫോൺ എന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഐഫോണിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഐഫോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു, പിന്നെ ഐഫോൺ ഡിസൈൻ ഫേസസ് എത്തിക്കുക എന്ന് പറഞ്ഞു, പിന്നെ ഐഫോണിൻ്റെ ആപ്ലിക്കേഷൻസും പറഞ്ഞു. ഇനി കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്, ഐഫോൺ ഐ ട്രാക്കിങ്ങും ലിങ്ക് ഡിറ്റക്ഷനും യൂസ് ചെയ്തിട്ട് മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൈയിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഫോണിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. താങ്ക് യു.